ഹലോ എവരി വൺ, വെൽക്കം ടു ലെസൺ ലെൻസ്. അപ്പം ഞാൻ ഇന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലിറ്റിൽ തിങ്സ് മാറ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ലിറ്റിൽ തിങ്സ് മാറ്റർ ബൈ APJ അബ്ദുൽ കലാം. എവറി മോർണിംഗ് എ ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഈസ് ഡെലിവേർഡ് ടു മീ. എല്ലാ ദിവസവും രാവിലെ കലാമിൻ്റെ അടുക്കലേക്ക് ഇംഗ്ലീഷിലും തമിഴിലൊക്കെയുള്ള ന്യൂസ് പേപ്പേഴ്സ് എത്തിയിരുന്നു. ഡ്യൂറിങ് മൈ ട്രാവൽസ് എബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. അപ്പോൾ എബ്രോഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കലാമി ഇന്ത്യയിലുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ന്യൂസ് പേപ്പർ വഴിയാണ്. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസീൻസ് ആൻഡ് പേപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ കലാം അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൺലൈൻ ആർട്ടിക്കിൾസിലൂടെയും എഡിറ്റോറിയൽസിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയാണ് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞിരുന്നത്. I was born in the year 1931. When I was about 8, World War II broke out. അപ്പോൾ കലാം ജനിച്ചത് 1931 അതുപോലെ ആ സമയത്ത് 8 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഡെയിലി ലൈഫ് ഹവർ റിമൈൻഡ് ഫെയർലി അൺഅഫക്റ്റഡ് ഇനീഷ്യലി, പെർട്ടിക്കുലർലി ഫോർ അസ് ഇൻ ദ സൗത്തേൺ ടിപ്പ് ഓഫ് ദ കൺട്രി. അപ്പോൾ അവർ കൺട്രിയുടെ സൗത്തേൺ പാർട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്നും ഈ വേൾഡ് വാറിൻ്റെ എഫക്റ്റ് അവർക്ക് വലുതായിട്ടുണ്ടായിരുന്നില്ല. The only source of information about the outside world was the newspaper. അവർക്ക് പുറലോകമായിട്ട് ആകെ ബന്ധമുള്ളത് ഈ പത്രം മാധ്യമങ്ങൾ വഴിയാണ്. The agency that distributed newspapers was run by my cousins ഷംസുദ്ദീൻ. ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ വിതരണം ചെയ്യുന്നത് ഷംസുദ്ദീൻ ആയിരുന്നു. അത് കലാമിൻ്റെ കസിൻ ആയിരുന്നു. ഷംസുദ്ദീനും ജലാലുദ്ദീനും നടത്തുന്ന ഏജൻസിയാണ് ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇവർക്ക് വിതരണം ചെയ്തിരുന്നത്. ഹി വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ഏർലി ലൈഫ്. അപ്പോൾ കലാമിൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ്, നല്ല ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ഷംസുദ്ദീൻ എന്ന് പറയുന്നത്. ഷംസുദ്ദീൻ ഹാഡ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ മീ ആൻഡ് എൻകറേജ്ഡ് മീ ഇൻ സോ മെനി വേയ്സ് ദാറ്റ് ഹി ബിക്കം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അപ്പോൾ ഷംസുദ്ദീന് കലാമുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങൾക്കും കലാമിനെ പ്രചോദനമായിട്ട്, ഒരു ഇൻസ്പിറേഷനായിട്ട് ഷംസുദ്ദീൻ പല സമയത്തും ഉണ്ടായിരുന്നു. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. അപ്പോൾ രാമേശ്വരത്തിൽ ആകെയുള്ളൊരു ന്യൂസ് പേപ്പർ ഏജൻസി എന്ന് പറയുന്നത് ഷംസുദ്ദീൻ നടത്തുന്നതായിരുന്നു. ദർ വർ അബൌട്ട് 1000 ലിറ്ററേറ്റ് പീപ്പിൾ ഇൻ ദ ടൗൺ ആൻഡ് ഹി ഡെലിവേർഡ് ന്യൂസ് പേപ്പേഴ്സ് ടു ഓൾ ഓഫ് ദം. അപ്പോൾ ആ ടൗണിൽ ഒരു 1000ഓളം വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ന്യൂസ് പേപ്പർ ഷംസുദ്ദീനായിരുന്നു എത്തിച്ചുകൊണ്ടിരുന്നത്. The papers carried news about the independence movement that was heading towards a crescendo at the time. അന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് നടക്കുന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ചായിരിക്കും ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക. ആ സമയത്ത് വേൾഡ് വാർ II നടക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചായിരുന്നു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ദീസ് ന്യൂസ് ഐറ്റംസ് വുഡ് ബി റീഡ് ആൻഡ് ഡിസ്കസ്ഡ് എമോങ് എവരി വൺ. അപ്പോൾ ഇത് എല്ലാവരും വായിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. ദർ വുഡ് ഓൾസോ ബി ന്യൂസ് ഫ്രം ദ വാർ ഫ്രണ്ട് അബൌട്ട് ഹിറ്റ്ലർ ആൻഡ് ദ നാസി ആർമി. അപ്പോൾ യുദ്ധസ്ഥലത്തുള്ള ഹിറ്റ്ലറിനെ കുറിച്ചും നാസി ആർമിയെക്കുറിച്ചും ഒക്കെ ആൾക്കാർ അറിയാൻ തുടങ്ങി ന്യൂസിലൂടെ. ദ തമിഴ് പേപ്പേഴ്സ് ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആ സമയത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് തമിഴിലുണ്ടായിരുന്ന ദിനമണിയാണ്. ദ വേ ദ പേപ്പേഴ്സ് റീച്ച്ഡ് രാമേശ്വരം വാസ് ക്വയറ്റ് യൂണിക്. അപ്പോൾ പേപ്പേഴ്സ് രാമേശ്വരത്ത് എത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയായിരുന്നു. ദേ കെയിം ബൈ മോർണിംഗ് ട്രെയിൻ ആൻഡ് വെർ കെപ്റ്റ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അപ്പോൾ രാവിലെ ട്രെയിനിലായിരിക്കും പേപ്പേഴ്സ് വരിക, എന്നിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ അത് ഇറക്കും. ഫ്രം ദർ ദേ ഹാഡ് ടു കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പേപ്പേഴ്സ് വാങ്ങുന്നവർക്ക് രാമേശ്വരം സ്റ്റേഷനിൽ പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും എത്തിക്കുന്നുണ്ടാവുക. ദിസ് വാസ് ഷംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. അപ്പോൾ ഇതായിരുന്നു ഷംസുദ്ദീൻ്റെ ബിസിനസ് എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സ് രാമേശ്വരത്ത് ട്രെയിൻ വഴി എത്തിച്ചു അത് സ്റ്റേഷനിൽ നിന്നും കളക്ട് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു ഷംസുദ്ദീൻ്റെ ബിസിനസ്. ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. അപ്പോൾ അത് നിസ്സാരമായിട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഹവർ എസ് വേൾഡ് വാർ II റേജ്ഡ് ഇറ്റ് എഫക്റ്റഡ് ദ ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ് ഇൻ എ സ്ട്രേഞ്ച് വേ. അപ്പോൾ ഇങ്ങനെ സുഖമായി നടന്നുകൊണ്ടിരുന്ന ഈ ബിസിനസ് വേൾഡ് വാർ II വന്ന സമയത്ത് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെ ചരക്ക് കൊണ്ടുപോകുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറേ റൂൾസൊക്കെ, കുറേ നിബന്ധനകൾ വെച്ചു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അപ്പോൾ വേൾഡ് വാർ II നടക്കുന്നതുകൊണ്ട് തന്നെ കൺട്രിയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും ആ സമയത്ത് നടക്കാതെയായി. അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. ഫുഡ്, clothes, the needs of the babies of household all became difficult
to procure. അപ്പോൾ ആ യുദ്ധകാലത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ജീവിക്കാൻ. ആവശ്യമുള്ള ഫുഡ്, വസ്ത്രം അവയൊക്കെ കിട്ടാതായി. അങ്ങനെ പല പ്രശ്നങ്ങളും അവർ നേരിട്ടു. As the difficulties of the war continued to affect us, ഷംസുദ്ദീൻ came up with a proposal that excited and delighted me. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഷംസുദ്ദീൻ ഒരു പുതിയ ഐഡിയ ആയിട്ട് കലാമിൻ്റെ അടുത്തേക്ക് വന്നു. അത് കലാമിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു സംഭവമായിരുന്നു. One fallout of the conditions was the rail stop at രാമേശ്വരം സ്റ്റേഷൻ had been done away with. അപ്പോൾ ഈ ഒരു വാർ വന്ന സമയത്ത് രാമേശ്വരം സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്താതെയായി. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? ഇനി അവരെങ്ങനെ പേപ്പർ കളക്ട് ചെയ്യും? രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നത് കൊണ്ടാണല്ലോ അവർ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ആളുകളിൽ എത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റാതെയായി. ആ സമയത്തായിരുന്നു ഷംസുദ്ദീൻ പുതിയൊരു ഐഡിയ ആയിട്ട് വന്നത്. ഹൗ were they to be collected and distributed to all the people of the town? ഷംസുദ്ദീൻ found a way out. അപ്പോൾ ഒരു പുതിയ വഴിയായിട്ട് വന്നു. ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽ. അപ്പോൾ പേപ്പേഴ്സ് ഒരു വലിയ ബണ്ടിലായിട്ട് കൂട്ടത്തോടെ വയ്ക്കും. എസ് ദ ട്രെയിൻ ചഗ്ഡ് ഡൗൺ ദ രാമേശ്വരം ധനുഷ്കോടി ട്രാക്ക് ദേ വുഡ് ബി ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ട്രെയിൻ രാമേശ്വരത്ത് എത്തുന്ന സമയത്ത് എന്താക്കും? അവ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. ട്രെയിൻ എന്തായാലും രാമേശ്വരത്ത് നിർത്തൂല. അപ്പോൾ പക്ഷേങ്കിൽ അവർക്ക് ന്യൂസ് പേപ്പർ കിട്ടുകയും ചെയ്യണം. അപ്പോൾ ട്രെയിനിൽ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ട് രാമേശ്വരം എത്തുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. ഇത് ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തും. അവർ ഈ ന്യൂസ് പേപ്പേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക്, സ്റ്റേഷനിലേക്ക് വലിച്ചെറിയും. ആൻഡ് ദാറ്റ് ഈസ് വെർ ഐ കെയിം ഇൻ. അപ്പോൾ അവിടെയാണ് കലാമിന് റോള് വരുന്നത്. ഷംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിങ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം എറൗണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കലാമിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ നിന്നും വലിച്ചെറിയുന്ന ബണ്ടിൽസ് അവർ വലിച്ചെറിയുന്ന സമയത്ത് അത് കളക്ട് ചെയ്തിട്ട് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് കലാമിനെ കൊടുത്തിട്ടുള്ള ജോലി. മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്. അപ്പോൾ കലാമിന് ഇത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ആവേശമുള്ള ഒരു ജോലിയായിരുന്നു. ഐ വാസ് ഓൺലി 8 വയസ്സ് മാത്രമേ ഉള്ളൂ. ബട്ട് ഐ വാസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് ഫുൾ വേ ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. അപ്പോൾ 8 വയസ്സ് മാത്രമുള്ള തനിക്ക് തൻ്റെ കുടുംബത്തിലെ വരുമാനത്തിലേക്ക് കുറച്ച് കൊടുക്കാമല്ലോ, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്നുള്ളത് കലാമിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. For many days I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divided the portions between all of us. അപ്പം കലാം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസം കൂടുന്നോറും അമ്മയും അമ്മമ്മയുടെ ഒക്കെ പ്ലേറ്റിലുള്ള ഫുഡിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതാണ്. യുദ്ധം വന്നു, അപ്പോൾ ഫുഡിനൊക്കെ ക്ഷാമം വന്നു. പക്ഷെങ്കിൽ ഇവർ പ്ലേറ്റിലെ ഫുഡ് കുറഞ്ഞു വരുന്നു. എന്നാലാകട്ടെ ദ ചിൽഡ്രൻ were always fed first and I don't remember any of ever going hungry. അപ്പോൾ ഇത്ര ഫുഡിൻ്റെ ക്ഷാമമൊക്കെ വന്നെങ്കിലും അമ്മയും അമ്മമ്മയുടെ പ്ലേറ്റിലുള്ള സാധനങ്ങൾ മാത്രമേ കുറയുന്നുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് എല്ലപ്പോൾ ഫുഡും ഒക്കെ കിട്ടുന്നുണ്ട്. അമ്മമാരിക്കെന്ന് വെച്ചാൽ അവരുടെ മക്കളാണ് വലുത്. തങ്ങൾ കഴിച്ചില്ലെങ്കിലും കുട്ടികൾ കഴിക്കണം, അവർ നല്ല രീതിയിൽ വളരണം എന്നാണല്ലോ ആവശ്യം. അപ്പോൾ കുറച്ച് ഭക്ഷണമാണെങ്കിൽ അവർ കഴിച്ചില്ലെങ്കിലും കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുത്ത്, അത് നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാവുന്ന കാര്യമാണ്. ഒബ്വിയസ്ലി ദ വുമൺ വെർ കോംപ്രമൈസിങ് ഓൺ. അപ്പോൾ സ്ത്രീകളാണ് ഇവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത്. ഐ റെഡിലി അക്സെപ്റ്റഡ് ഷംസുദ്ദീൻസ് ഓഫർ. അപ്പോൾ കലാം ഷംസുദ്ദീൻ്റെ ഓഫർ സ്വീകരിച്ചു. ഹവർ മൈ ന്യൂ ജോബ് ഹാഡ് ടു ബി ഫിൽട്ടേർഡ് ഇൻ ടു മൈ റെഗുലർ റൂട്ടീൻ. പക്ഷെങ്കിൽ ഒരു 8 വയസ്സുള്ള കുട്ടി എന്ന് വെച്ചാൽ തനിക്ക് സ്കൂളിൽ പോകാനുണ്ടാവും, അങ്ങനെ പല ജോലിയും ഉണ്ടാവുമല്ലോ, ട്യൂഷന് പോകാനുണ്ടാവും. അപ്പോൾ ആ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു റൂട്ടീനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം. കാരണം ഈ ജോബ് കൂടി ആയല്ലോ. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂസ് ആസ് ബിഫോർ. അപ്പോൾ പഴയതുപോലെ സ്റ്റഡീസ് നടക്കണം, സ്കൂളിൽ പോകണം. അതുപോലെ ഈ ഒരു ജോബ്, ഈ ന്യൂസ് പേപ്പറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ജോബ് കൂടി ചെയ്യണം. ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു ബി അക്കോമഡേറ്റഡ് അമിഡ്സ്റ്റ് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ്. എല്ലാത്തിൻ്റെ ഇടയിൽ ഇതുകൂടെ ചെയ്യണം. എമോങ് മൈ സിബ്ലിങ്സ് ആൻഡ് കസിൻസ് ഐ ഹാഡ് ഷോൺ എൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. അപ്പോൾ കലാമിൻ്റെ സിബ്ലിങ്സിൻ്റെയും കസിൻസിൻ്റെ ഇടയിൽ കലാമിനാണ് കുറച്ചുകൂടെ മാത്തമാറ്റിക്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത്. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻസ് ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. അതുകൊണ്ട് തന്നെ കലാമിൻ്റെ ഫാദർ മാത്തമാറ്റിക്സിൻ്റെ ഒരു ട്യൂഷൻ കൂടെ ഒരു ടീച്ചറെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ഹവർ മൈ ടീച്ചർ ഹാഡ് എ കണ്ടീഷൻ ദാറ്റ് വി സ്റ്റുഡൻസ് നീഡഡ് ടു റീച്ച് ഹിസ് ഹോം അറ്റ് ഡോൺ ആഫ്റ്റർ ഹാവിങ് ടേക്കൺ എ ബാത്ത്. എന്നാൽ ആ ട്യൂഷൻ ടീച്ചർ, മാത്സ് എടുക്കുന്ന ട്യൂഷൻ ടീച്ചർ ഒരു നിബന്ധനയുണ്ട്, കുട്ടികളൊക്കെ രാവിലെ എണീച്ച് കുളിച്ചിട്ട് വേണം മിസ്സിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോവാൻ. So for a year, which was the duration of the tuition, I started my day while it was still dark outside with my mother shaking me awake.
അപ്പോൾ ഒരു വർഷത്തോളമായി ഈ മാത്സ് ട്യൂഷന് പോകുന്നു. അപ്പോൾ അന്ന് മുതൽ കലാം ചെയ്തിരുന്നത് രാവിലെ വെളുക്കുന്നതിന് മുന്നേ ആ ഇരുട്ട് സമയത്ത് എണീക്കും. അമ്മ വിളിച്ചിട്ടാണ് കലാം എണീക്കുന്നത്. അത് നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണല്ലോ. ഷീ ഹെർസെൽഫ് വുഡ് ഹാവ് റൈസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. എന്നിട്ട് എണീപ്പിച്ചിട്ട് കുളിപ്പിക്കും. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. എന്നിട്ട് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് അയക്കും. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നാണ് ട്യൂഷൻ എടുക്കുന്നത്. ദർ ഐ വുഡ് സ്റ്റഡി ഫോർ എൻ അവർ ആൻഡ് റിട്ടേൺ ബൈ 5 AM. അപ്പോൾ രാവിലെ പോയിട്ട് 1 മണിക്കൂറൊക്കെ പഠിച്ച് 5 മണിക്ക് തിരിച്ചു വരും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദി അറബിക് സ്കൂൾ നിയർ ബൈ. അതിനുശേഷം ഫാദർ എന്താക്കും, അടുത്തുള്ള അറബിക് സ്കൂളിലേക്ക് പോകേണ്ടിയിട്ട് കലാമിനെ കൂട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി പോർഷൻസ് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.